ഹായ് നമസ്കാരം, ദാസനാണ് തൃശ്ശൂർ. അപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രിക്കറ്റ് കളിയെ കുറിച്ചിട്ടുള്ള ഒരു IPL ഗെയിമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. RCB ഇത്തവണ കപ്പ് തൂക്കുമെന്നുള്ള രീതിയിലുള്ള ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ വീഡിയോ ചെയ്ത സമയത്ത് പലരും പറഞ്ഞിരുന്നു, ദാസേട്ടാ സാധിക്കില്ല, അത് കൊണ്ടുപോകാൻ സാധ്യത പഞ്ചാബ് കിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പഞ്ചാബ് കിങ്സ് ആയിട്ടുള്ള കളിയായിരുന്നു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ കളി തീരഞ്ഞ ഒരു ഓവർ കൂടി വേണ്ടോ, ചിലപ്പോൾ ഇപ്പോൾ കളി കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഇടയിലാണ് പറയുന്നത്, ഞാൻ കളി കഴിഞ്ഞിട്ട് മുമ്പ് തന്നെയാണ് പറയുന്നത്. എന്തായാലും നമ്മൾ ജയിച്ചു കഴിഞ്ഞു, RCB ജയിച്ചു കഴിഞ്ഞു. RCB വളരെ സിമ്പിളായിട്ടൊരു 10 ഓവറിലൂടെ തന്നെ ഗംഭീര വിജയം കൈവരിച്ചു കഴിഞ്ഞു. ഏകദേശം 102 ഓവറിൽ തന്നെ എന്താ പറയുക, പഞ്ചാബ് കിങ്സിനെ ഓൾ ഔട്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ അടിച്ച് പപ്പടാക്കി കളഞ്ഞിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഫൈനലിലേക്ക് കയറിയിരിക്കുകയാണ് നമ്മുടെ RCB. എന്തായാലും നമ്മുടെ വിരാട് കോഹ്ലി, എൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക, മമ്മൂക്കാനെ എത്രമാത്രം നമ്മൾ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ ദുൽഖർ സൽമാനെ എത്രമാത്രം സ്നേഹിക്കുന്നു, അത്ര തന്നെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് വിരാട് കോഹ്ലി. അപ്പോൾ വിരാട് കോഹ്ലിക്ക് ഇത്തവണ 18ാമത്തെ നമ്പറിലുള്ള വിരാട് കോഹ്ലി 18ാമത്തെ IPL കപ്പ് എന്തായാലും സ്വന്തമാക്കുന്ന ഉറപ്പാണ്. അതായത് ദൈവം അങ്ങനെയാണ്. കാരണം നമ്മളൊക്കെ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, നമ്മൾ എത്രമാത്രം ഒരു കാര്യത്തിന് വേണ്ടി പരിശ്രമിക്കുകയാണെങ്കിൽ ദൈവം അവസാനം നമ്മുടെ കൂടെ എത്തും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. നമ്മൾ എന്താ പറയുക, നമ്മൾ പണി തുടരുക, നമ്മൾ ചെയ്യാനുള്ള വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ആകുമ്പോഴേക്കും നമുക്കത് എന്തായാലും അച്ചീവ്മെൻറ്റിലേക്ക് നമ്മൾ എത്തും. നമ്മൾ എത്രമാത്രം തളർന്നാലും എത്രമാത്രം പരാജയപ്പെട്ടാലും നമ്മൾ അതുമാത്രം കുറച്ച് നിൽക്കുക. അദ്ദേഹത്തിന്, വിരാട് കോഹ്ലിക്ക് ഒരു വാശിയുണ്ടായിരുന്നു. കാരണം അയാളുടെ ടീം ഇപ്പോഴും RCBയിൽ അവൻ നന്നായി കളിച്ചാലും മറ്റുള്ളവരൊന്നും കളിക്കാറില്ല. അങ്ങനെ പക്ഷേ അവൻ ഫൈറ്റ് ചെയ്ത് അങ്ങനെ ഒരിക്കലും RCBക്ക് കപ്പ് കിട്ടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ് എന്തായാലും ആ വാശിമ നിന്ന് ഇന്ന് അത്ര വലിയ ടീമൊന്നുമല്ല, എത്ര വലിയ ടീം വരുന്ന സമയത്ത് പോലും കപ്പ് കിട്ടാത്ത, അതേ ഗെയിലും AB de Villiers എന്താ പറയുക, അവരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പോലും കിട്ടാൻ സാധിക്കാത്ത കപ്പ്, ഇത് അത്ര വലിയ ടീമൊന്നും അല്ലെങ്കിലും ഈ ഇക്കൊല്ലം 2025 എന്തായാലും RCB കപ്പ് സ്വന്തമാക്കാൻ പോവുകയാണെന്നുള്ള കാര്യം 100% ഉറപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും എല്ലാവിധ ആശംസ വിരാട് കോഹ്ലിക്കും അതുപോലെ തന്നെ RCBക്കും. അതുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്നും.